ബ്രഹ്മപുത്രനായ കശ്യപ പ്രജാപതിക്ക് ദക്ഷ പ്രജാപതിയുടെ പുത്രിയായ കദ്രുവിൽ പിറവി കൊണ്ട ജീവനുകളാകുന്നു നാഗങ്ങൾ. അവർ 1000 പേരാകുന്നു. അവർ കുടികൊള്ളുന്നത് 14 ലോകങ്ങളിൽ ഉൾപ്പെടുന്ന മഹാതലം, പാതാളം എന്നീ പ്രദേശങ്ങളിലാകുന്നു. ഏറ്റവും അടിത്തട്ടിൽ വരുന്ന ലോകമാകുന്നു നാഗലോകം. മഹാതലം എന്നാൽ 13ാം തലത്തിൽ വരുന്ന ലോകമാകുന്നു. ഇവിടുത്തെ അധിപതിയായി വരുന്നത് അഷ്ടനാഗങ്ങളിലെ രണ്ടാമനായ മഹാദേവന്റെ കണ്ഠാഭരണവും കൂടാതെ കദ്രുപുത്രന്മാരായ മറ്റു നാഗശ്രേഷ്ഠന്മാരായ യുവരാജാവും മഹാ ഇതിഹാസമായ മഹാഭാരതത്തിലെ അർജുനന്റെ ശത്രുവും പരിഷിത്തിന്റെ അന്തകനുമായ തക്ഷകനും യമുനാ നദിയെ വിഷമയമാക്കിയതിൽ ദശാവതാര പുരുഷനായ ശ്രീകൃഷ്ണൻ മർദ്ദിച്ച് യമുനയെ മോചിപ്പിച്ച അതേ നാഗമായ കാളിയനും നളചരിതത്തിലെ നാരദശാപം നിമിത്തം ചലനശേഷി നഷ്ടമായ നളനാൽ രക്ഷിക്കപ്പെടുകയും ചെയ്ത് രക്ഷിച്ചവനായ നളനെ തന്നെ ദ്രംശിച്ച കാർക്കോടകനും കൂടാതെ അവരുടെ ഏവരുടെയും സഹോദരനായ ഗുളികനും തുടങ്ങുന്ന യുവരാജാക്കന്മാരും പ്രജകളും അടങ്ങുന്ന ശ്രേഷ്ഠമായ പ്രദേശം അഥവാ ദിവ്യലോകമാകുന്നു മഹാതലം. അടുത്തതായി പാതാളലോകമാകുന്നു. ഇവിടുത്തെ അധിപതിയും നാഗശ്രേഷ്ഠനായ ശിവനാഗൻ തന്നെയാകുന്നു. ഈ ലോകത്തിന്റെ അധിപതി വാസുകിയാണെങ്കിലും ഈരേഴ് 14 ലോകത്തിലും ഏറ്റവും വിസ്തൃതമായ പാതാളലോകത്ത് കദ്രുപുത്രനും കദ്രുമാതാവിന്റെ കടിഞ്ഞൂൽ സന്തതിയുമാകുന്ന വൈഷ്ണവനാഗം അനന്തനാഗം വസിക്കുന്നു. തമോ ഗുണസ്വരൂപമായ ആദിശേഷൻ ഒരു സുവർണ പർവ്വതം കണക്കെ ശോഭയോടുകൂടി അദ്ദേഹത്തിൻ്റെ 1000 ഭണങ്ങൾ വിരിച്ചുകൊണ്ട് ഈ 14ാം ലോകത്ത് വിരാജിക്കുന്നു. അനന്തനോളം വലിപ്പമുണ്ട് സഹോദരനായ വാസുകിക്കും. എന്നാൽ അദ്ദേഹത്തിന് 800 ഭണങ്ങളാണ് ഉണ്ടാകുന്നത്. കൂടാതെ ധനഞ്ജയൻ, ശംഖപാലൻ, ധൃതരാഷ്ട്രർ എന്നീ സർപ്പശ്രേഷ്ഠന്മാരും ഈ ലോകത്തെ പ്രജകളാകുന്നു. കൂടാതെ കദ്രുവിൻ്റെ പുത്രന്മാരായ എല്ലാ നാഗസർപ്പശ്രേഷ്ഠന്മാരും, അതായത് നാഗമെന്നാൽ ദൈവികത അധികമായ കൂട്ടരും സർപ്പമെന്നാൽ നാഗങ്ങളെ അപേക്ഷിച്ച് ദൈവികത കുറഞ്ഞവരുമാകുന്നു. കൂടാതെ നാഗത്തിന് ചൈതന്യവും കൂടുതലാകുന്നു. ഭയമുണർത്തുന്ന രൂപങ്ങളാകുന്നു സർപ്പങ്ങൾ. അവർ ഭൂമിയിൽ വസിക്കുന്നു. എന്നാൽ നാഗങ്ങളാകട്ടെ ഭൂമിയിൽ വസിക്കുകയില്ല. അവർ ആകാശ സഞ്ചാരികളുമാകുന്നു. സർപ്പങ്ങളുടെ സന്തതി പരമ്പരകൾ ഭൂവാസികളാകുന്നു. അങ്ങനെ ഇരുതരത്തിലുള്ള സർപ്പ നാഗശ്രേഷ്ഠന്മാർ വസിക്കുന്ന ഇടമാകുന്നു നാഗലോകം.